പള്ളിയിൽ മേളപ്പെരുക്കം തീർക്കാൻ ഒരുങ്ങി ഫാദർ ജോമോൻ വട്ടത്തറ. കാഞ്ചിയാർ കോവിലുമല സെന്റ് ജോസഫ് പള്ളിയിൽ ഇനി ചെണ്ടമേളത്തിന്റെ താളവും. സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ ചെണ്ട പരിശീലനത്തിൽ പങ്കാളിയായിരിക്കുകയാണ് കോവിലുമല പള്ളി വികാരി ഫാദർ ജോമോൻ വട്ടത്തറ. കാഞ്ചിയാർ കോവിലുമല സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോമോൻ വട്ടത്തറയാണ് സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയിൽ ചെണ്ട പരിശീലനം ആരംഭിച്ചത്. അരുണാചൽ പ്രദേശ് ഡാമിൻ സെന്റ് പീറ്റേഴ്സ് പള്ളി വികാരിയായിരുന്ന ഫാദർ ജോമോൻ ഒരു മാസം മുമ്പാണ് കോവിൽമല സെന്റ് ജോസഫ് പള്ളി വികാരിയായി ചാർജ് എടുത്തത്. വികാരിക്കൊപ്പം ഇടവകയിലെ നിരവധി പേർ ചെണ്ട പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ ചെണ്ടമേളം തന്നെ ഏറെ ആകർഷിച്ചതായും പള്ളിയിലെ തിരുനാളിന് ചെണ്ടമേളം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഫാദർ ജോമോൻ വട്ടത്തറ പറഞ്ഞു. വളരെ യാദൃശ്ചികമായിട്ടാണ് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക ഫെലോഷിപ്പിനനുബന്ധിച്ചുള്ള ഈ പദ്ധതി അറിയുവാനായിട്ട് സാധിച്ചത്. ഉടൻ തന്നെ ഞാൻ സൂര്യലാൽ സാറുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പള്ളിയുടെ നേതൃത്വത്തിൽ സെൻറ്റ് ജോസഫ് പള്ളിയുടെ നേതൃത്വത്തിൽ ധാരാളം കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഉള്ള ചെണ്ട പരിശീലനം ഇവിടെ നടത്താൻ പോവുകയാണ്. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ഇത് പരിചയപ്പെട്ടപ്പോൾ ഈ പദ്ധതി പരിചയപ്പെട്ടുള്ള ചെണ്ട പരിശീലനം നടത്തുവാനും പരിശീലനിക്കുവാനായിട്ട് എനിക്കൊരു താല്പര്യം തോന്നി. അങ്ങനെയാണ് സൂര്യലാൽ സാറിനെ ഞാൻ ഇടവകയിലേക്ക് ക്ഷണിക്കുകയും സാർ ഇവിടെ വന്ന് എല്ലാവിധ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും ചെയ്തത്. വളരെ മനോഹരമായിട്ട് ഈ പദ്ധതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്കും സൗജന്യമായി കല പരിശീലിക്കാനുള്ള അവസരമാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു പദ്ധതിയാണ്. സൗജന്യമായി കല പരിശീലിപ്പിക്കുകയാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ ഏവരെയും കല പരിശീലിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. സംസ്ഥാനത്ത് 14 ജില്ലകളിലും ഇത് വിജയകരമായി നടപ്പിലാക്കി വരുന്നുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ, കട്ടപ്പന, നെടുങ്കണ്ടം, അടിമാലി ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലായി ഈ പദ്ധതി നടപ്പിലാക്കി വരികയാണ്. ചെണ്ടയോടൊപ്പം തന്നെ കഥകളി, നാടകം, പെയിൻറ്റിങ്, ചിത്രരചന, കർണാട്ടിക് മ്യൂസിക്, മുടിയേറ്റ്, കൂടിയാട്ടം, ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനെ പരിചമുട്ട് അടക്കമുള്ള വിവിധ കലകൾ സൗജന്യമായി സർക്കാർ പരിശീലിപ്പിച്ചു വരികയാണ്. ജില്ലയിൽ കട്ടപ്പന, തൊടുപുഴ, നെടുങ്കണ്ടം, അടിമാലി എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. സമൂഹത്തിൽ കലാവബോധം വളർത്തുകയും സാധാരണക്കാരുടെ ഇടയിൽ നിന്നും കഴിവുറ്റ കലാകാരന്മാരെ കണ്ടെത്തി വളർത്തിയെടുക്കുകയും ചെയ്യുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.